അസ്സലാമു അലൈക്കും. സമദിനൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നവളെ നോക്കി ഉമ്മ പറഞ്ഞു, എന്തെങ്കിലും കഴിക്കും മോളെ. അവൾ അവരെ നോക്കാതെ വേണ്ടെന്ന് തല അനക്കി. ശേഷം എഴുന്നേറ്റ് കൈ കഴുകാൻ പോയി. ഒന്നും കഴുകാതെ എണീറ്റ് പോകുന്നവളെ കണ്ടപ്പോൾ ഉമ്മയുടെ ഉള്ളിലെ നോവ് കൂടിക്കൊണ്ടേയിരുന്നു. ഒന്നിനും അവളെ നിർബന്ധിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണവർ. ഇപ്പോൾ കുറച്ച് വിഷമിച്ചാലും എല്ലാം ശരിയാവുമെന്ന് വീണ്ടും വീണ്ടും അവരുടെ മനസ്സവരെ സ്വയം ആശ്വസിപ്പിച്ചു കൊണ്ടേയിരുന്നു. എന്നാലേ ഞങ്ങൾ ഇറങ്ങട്ടെ, സമത എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ, എന്നാൽ അങ്ങനെ ആവട്ടെ. പിന്നെ മോനെ, ഞങ്ങൾ കുട്ടിനോട് ഒന്നും തോന്നരുത്. ഓള് ചെറുതല്ലേ, പക്വതക്കുറവുകൊണ്ട് എടുത്തു ചാടി ഓരോ തീരുമാനം എടുത്തതാവും. ഞങ്ങളുടെ കുട്ടിയുടെ ഭാഗത്ത് നിന്നായ തെറ്റിനെ ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെന്നെ സംസാരിച്ചൊക്കെ ശരിയാക്കി സന്തോഷത്തോടെ ജീവിക്കണം. ഞങ്ങൾക്ക് അപ്പോഴേ സമാധാനമാവുള്ളൂ. ഖാലിദ് സമദിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ടപ്പോൾ ഷാനിക്ക് വല്ലാത്ത പുച്ഛം തോന്നി. അവളെ വല്ലാതെ തരം താഴ്ത്തുന്ന പോലെ. ആ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം മുത്തപ്പ, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ആലോചിച്ച് പേടിക്കണ്ട. ഷാനിക്ക് അവിടെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. സമദ് അവർക്കുള്ള മറുപടിയും കൊടുത്തു. അത് കേട്ടപ്പോൾ അറക്കാൻ കൊണ്ടുപോകുന്ന മൃഗങ്ങൾക്ക് സ്നേഹത്തോടെ അവസാനമായി വെള്ളം കൊടുക്കുന്ന രീതിയാണ് അവൾക്ക് ഓർമ്മയിൽ വന്നത്. സമദ് യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങിയപ്പോൾ ബാഗെടുക്കാനായി ഷാനി റൂമിലേക്ക് നടന്നു. മോളെ, ഉമ്മാൻ്റെ കുട്ടിക്ക് ഉമ്മാനോട് ദേഷ്യമുണ്ടോ? ഉമ്മ ഷാനിക്കടുത്തേക്ക് വന്നുകൊണ്ട് അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. എനിക്കോ? എനിക്കെന്തിനാ ഉമ്മാനോട് ദേഷ്യം? ഇതൊക്കെ എൻ്റെ വിധിയാവും ഉമ്മ. അവരുടെ വാടിയ മുഖം കണ്ടപ്പോൾ അവൾക്ക് കൂടുതലായൊന്നും പറയാൻ തോന്നിയില്ല. അങ്ങനെയൊന്നും പറയല്ല മോളെ, ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ. എൻ്റെ മോള് സന്തോഷത്തോടെ പോയിക്കോ, എല്ലാം ശരിയാവും. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ ഉമ്മാനോട് വിളിച്ചു പറയണം. എന്നിട്ട് എന്തിനാ ഉമ്മ അതൊക്കെ എല്ലായിടത്തും നടക്കുന്നതാണെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാനോ? അതോ ഇപ്പോൾ ചെയ്ത പോലെ എൻ്റെ മോളുടെ തെറ്റാണെന്ന് പറഞ്ഞ് അവരെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് വീണ്ടും എന്നെ ഓരിക്കൊപ്പം പറഞ്ഞേക്കാനോ? ഒന്നും വേണ്ട. ഞാനിനി ഒന്നിനുമില്ല. എല്ലാത്തിനോടും പൊരുത്തപ്പെട്ട് ജീവിക്കാൻ എനിക്ക് കഴിയണമെന്ന് എൻ്റെ ഉമ്മ പഠിച്ചവനോട് പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ ഇറങ്ങട്ടെ. നിറക്കണ്ണുകളോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവരെ കെട്ടിപ്പിടിച്ചു. താത്ത ഇനി എന്നാ വരിക? ഇൻഷാ അല്ലാ താത്ത വരണ്ട്. മോള് താത്ത പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത് കേട്ടോ. നന്നായി പഠിക്കണം. ഷൈമയുടെ കവിളിൽ തലോടിക്കൊണ്ട് അവളോട് മറുപടിയും പറഞ്ഞ് ഷാനി പുറത്തേക്ക് നടന്നു. ഷാനി വരുന്നത് കണ്ടപ്പോൾ സമദ് ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറി. ഷാനി ഷാഫിയോടും മൂത്താപ്പാലോടും പറഞ്ഞുകൊണ്ട് സീറ്റിലേക്ക് ഇരുന്നു. അതിലേക്ക് കയറും മുൻപേ ഒരിക്കൽ കൂടി അവൾ ഉമ്മയെ നോക്കി, നിറഞ്ഞ കണ്ണുകളോടെ അവസാന പ്രതീക്ഷ എന്ന പോലെ. എന്നാൽ ആ ഉമ്മയുടെ മുഖം പ്രശ്നങ്ങൾ തീർന്ന ആശ്വാസത്തിൻ്റെ തെളിച്ചമാണെന്ന് കണ്ടതോടെ അവൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടതുപോലെ മുഖം തിരിച്ചു. കാർ മുന്നോട്ട് നീങ്ങിയപ്പോൾ അവളുടെ കണ്ണുകളിൽ ഉരുണ്ടുകൂടിയ കണ്ണുനീർ പെയ്യാൻ തുടങ്ങിയിരുന്നു. എന്താടി ഇത്ര കിടന്ന് മോങ്ങാനെ? അതിൻ്റെ ആരെങ്കിലും ചത്തോ? കാർ മുന്നോട്ട് കുറച്ച് നീങ്ങിയപ്പോൾ സമദ് അവൻ്റെ സ്ഥാന സ്വരൂപം എടുത്തു. ഷാനി ഒന്നും മിണ്ടിയില്ല. നെകളിപ്പ് കൂടിയിട്ട് ഇറങ്ങിപ്പോയതല്ലേ, എന്നിട്ടിപ്പോൾ എന്തായി? നാണം കിട്ടി എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വന്നില്ലേടി. ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെ ചാടിയ ചട്ടിയോളം എന്ന് കേട്ടിട്ടില്ലേ? എൻ്റെ കാര്യം ഇപ്പോൾ അതുപോലെ തന്നെയായില്ലടി. വീണ്ടും വീണ്ടും അവൻ അവളെ കുത്തി നോവിച്ചു കൊണ്ടേയിരുന്നു. ഷാനി ഒന്നും മിണ്ടാതെ പുറത്തേക്ക് കണ്ണുകൾ നട്ടിരുന്നു. അവനോട് എന്തെങ്കിലും പറയുന്നതിനേക്കാൾ നല്ലത് മിണ്ടാതിരിക്കലാണെന്ന് അവൾക്ക് തോന്നി. ഒന്നും മിണ്ടില്ലെന്ന് കാണുമ്പോൾ പറയുന്നത് നിർത്തിക്കോളും എന്നവൾക്ക് അറിയാമായിരുന്നു. സമത വീണ്ടും എന്തൊക്കെയോ പറഞ്ഞെങ്കിലും ഷാനി അതൊന്നും ശ്രദ്ധിക്കാതെയായപ്പോൾ പിന്നീട് അവനൊന്നും മിണ്ടാതെയായി. വീടെത്തും വരെ അവളുടെ കണ്ണുകൾ തോർന്നതേയില്ല. വീട്ടുമുറ്റത്ത് വണ്ടി നിർത്തിക്കൊണ്ട് സമത ഇറങ്ങി തിരിഞ്ഞു പോലും നോക്കാതെ അകത്തേക്ക് പോയി. ഷാനി മടിച്ചാണ് കാറിൽ നിന്ന് ഇറങ്ങിയത്. ഇനി ഒരിക്കലും തിരിച്ചു വരേണ്ടി വരില്ലേ എന്ന് പ്രാർത്ഥിച്ചിറങ്ങിയെടുത്തോട്ട് വീണ്ടും വിധി കൊണ്ടെത്തിച്ചിരിക്കുന്നു. ആദ്യമായി ഈ വീടിൻ്റെ പടികൾ കയറുമ്പോൾ ഇല്ലാത്ത പ്രയാസം അവൾക്ക് ഇന്ന് കയറുമ്പോൾ തോന്നി. എങ്ങോട്ടെങ്കിലും ഒന്ന് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിൽ എന്നൊക്കെ അവളുടെ മനസ്സ് ചിന്തിക്കുന്നുണ്ടായിരുന്നു. അകത്തേക്ക് പതിയെ കയറി നോക്കുമ്പോൾ തന്നെ ഉമ്മ സക്കീന മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഷാനിക്ക് പെട്ടെന്ന് അവരെ കണ്ടപ്പോൾ ഒരു നെട്ടലാണുണ്ടായത്. ആ നെട്ടലോടെ അവരെ നോക്കിയപ്പോൾ കണ്ടു പരിഹാസത്തോടെ തന്നെ നോക്കി ചിരിക്കുന്നത്. അത് കണ്ടപ്പോൾ ഷാനിയുടെ മുഖം താഴ്ന്നു. ഇതാര്? കെട്ടിലമ്മ പോയ പോലെ തിരിച്ചിങ്ങ് വന്നല്ലോ. അല്ല, ഇനി ഇങ്ങോട്ട് വരില്ലെന്നോ എന്തൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇവിടുന്ന് പോയത്?
എന്നിട്ട് എന്താ പറ്റി? അവിടുന്ന് പുറത്താക്കിയോ? ഞങ്ങൾ നാണം കെടുത്താന്ന് വിചാരിച്ച് ഓടിപ്പോയതല്ലേടി നീ? എന്നിട്ട് സ്വയം നാണം കെട്ട് വരേണ്ടി വന്നു. എൻ്റെ മൂത്താപ്പാര് ഞങ്ങളെ കാല് പിടിച്ചതുകൊണ്ടാ നിന്നെ ഇപ്പോൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ഇനി എങ്ങോട്ട് പോവും? അതിപ്പോൾ സ്വന്തം വീടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടുത്തെ സ്ഥാനമൊക്കെ കെട്ടിച്ച് വിട്ടതോടെ പോയി. ഞങ്ങൾ പറയുന്നത് കേട്ട് അനുസരിച്ച് ഇവിടെ ജീവിക്കുകയാണെങ്കിലേ എനിക്കിവിടെ നിൽക്കാം. ഇല്ലെങ്കിൽ പോവാൻ എനിക്കൊരു വേറെ ഇടലെന്ന് ഓർത്തോ, അതെനിക്ക് നല്ലത്. നിറഞ്ഞ പുച്ഛത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് സക്കീന വെട്ടിത്തിരിഞ്ഞു പോയപ്പോൾ ഹൃദയം കീറിമുറിച്ച വേദനയിൽ ഒരടി അനങ്ങാൻ പോലും ആവാതെ കണ്ണീരോടെ അവൾ അവിടെ നിന്നു. ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് വന്നത്. എങ്കിൽ പോലും പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ സഹിക്കാനാവുന്നില്ല. ഇനിയും ഇതൊക്കെ കേൾക്കേണ്ടി വരും. ചിലപ്പോൾ ഇതുവരെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ. അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ അവൾക്ക് ഭയമേറുന്നുണ്ടായിരുന്നു. തെറ്റ് ചെയ്യാതൊരു വ്യക്തി ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന പോലെ. ഒരു കാരണവുമില്ലാതെ താനും ഇതൊക്കെ അനുഭവിക്കാൻ ഇപ്പോൾ ബാധ്യസ്ഥനായി. ആരും വിളിക്കാനോ ക്ഷണിക്കാനോ വരില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഷാനി അകത്തേക്ക് നടന്നു. പിന്നെ റൂമിൽ കയറിയിരുന്ന് സുഖിക്കാമെന്ന് വിചാരിക്കണ്ട. അടുക്കളയിൽ അത്യാവശ്യം പണിയുണ്ട്. ഇട്ട വേഷം മാറ്റിയിട്ട് വേഗം കിട്ടുക. റൂമിലേക്ക് പോകാനായി സ്റ്റെപ്പ് കയറുന്നവളെ നോക്കി പിറകിൽ നിന്നും സക്കീന വിളിച്ചു പറഞ്ഞു. ഷാനി അവരെ തിരിഞ്ഞു നോക്കി മൂളിക്കൊണ്ട് മുകളിലേക്ക് പോയി. റൂമിലേക്ക് കയറും മുന്നേ കണ്ടു എങ്ങോട്ടോ പോകാനായി റെഡിയായി ഇറങ്ങുന്ന സമതിനെ. അതെ, അന്നെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്ന് കരുതി. പൈസയുടെ കാര്യം ഞാൻ മറന്നിട്ടൊന്നുമില്ല കേട്ടാ. എത്രയും വേഗം എൻ്റെ ഉപ്പാനോട് പറഞ്ഞ് എനിക്കത് വാങ്ങിത്തരണം. ഞാനായിട്ട് ചോദിക്കൂല, നീയായിട്ടേ വാങ്ങി തന്നാൽ മതി. ഇനി ചോദിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഓടിപ്പോവാന്ന് വിചാരിക്കണ്ട. പോയപ്പോൾ അവസ്ഥ കണ്ടില്ലേ, അത് ഓർത്താൽ മതി. അവനതും പറഞ്ഞു പോയപ്പോൾ ഷാനിക്ക് എതിർത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അവർക്ക് എന്നും പറയാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടെന്ന് അവൾക്കറിയാവുന്നത് കൊണ്ട് തന്നെ. റൂമിലേക്ക് ചെന്ന് വേഗം ഫ്രഷായ ശേഷം ഷാനി അടുക്കളയിലേക്ക് നടന്നു. ഇനി നേരം വൈകിയെന്ന് പറഞ്ഞാൽ അതിനുള്ളതും കൂടി കേൾക്കാൻ അവൾക്കാവില്ലായിരുന്നു. ഇനിയുള്ള കാലം ഇവിടെയൊക്കെ അടിമയായി ജീവിക്കാനാവും വീണ്ടും റബ്ബ് ഇങ്ങോട്ട് തന്നെ തിരിച്ച് എത്തിച്ചതെന്ന വേദനയോടെ അവൾ ചിന്തിച്ചു പോയി. ദിവസങ്ങൾ മുന്നോട്ട് പോകവേ സക്കീനയുടെ ക്രൂരത കൂടിക്കൊണ്ടേയിരുന്നു. ആദ്യമൊക്കെ സമത അറിയാതെ രഹസ്യമായി പറഞ്ഞതിരിക്കെ ഇപ്പോൾ അവനെ കേൾപ്പിച്ചുകൊണ്ട് തന്നെ പറയാനും തുടങ്ങി. പൈസയുടെ കാര്യത്തിൽ അവൾ എതിർത്ത് നിൽക്കുന്നതും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി നാണം കെടുത്താൻ നോക്കിയതുമൊക്കെ പറഞ്ഞ് സമതിൻ്റെ ഉള്ളിൽ വിഷം നിറക്കാൻ സക്കീനക്ക് സാധിച്ചതുകൊണ്ട് തന്നെ അവർ ഷാനി എന്തൊക്കെ പറഞ്ഞാലും സമത് അതൊന്നും ശ്രദ്ധിക്കാനോ ഇടപെടാനോ മുതിർന്നില്ല. അവൻ്റെ ഉള്ളിൽ അവളോടുള്ള സ്നേഹത്തിൽ കരിനയിൽ വീഴ്ത്താൻ സക്കീനയുടെ നാവ് കൊണ്ട് സാധിച്ചിരുന്നു. പൈസയുടെ കാര്യം പറഞ്ഞ് സമതും സക്കീനയെ നിരന്തരം ശല്യം ചെയ്തെങ്കിലും അത് സമ്മതിച്ചു കൊടുക്കില്ലെന്നുള്ളത് അവളുടെ ഒരു വാശിയായിരുന്നു. അവരെന്തൊക്കെ പറഞ്ഞാലും കുറ്റപ്പെടുത്തിയാലും അതിനൊന്നും പ്രതികരിക്കാതെ അവൾ മൗനമായി തന്നെ എല്ലാം കേട്ട് സഹിച്ചു നിന്നു. ഉമ്മ എന്നും വിശേഷങ്ങൾ അറിയാൻ വിളിച്ചിരുന്നെങ്കിലും ഒന്നോ രണ്ടോ വാക്കിൽ സംസാരിച്ചുകൊണ്ട് അവൾ വേഗം കോൾ അവസാനിപ്പിക്കും. ഇനി എന്ത് വന്നാലും ഒരു പ്രശ്നങ്ങളും ആരെയും അറിയിക്കില്ലെന്ന് തിരിച്ച് വീടിൻ്റെ പടി കയറുമ്പോൾ തന്നെ അവൾ മനസ്സിൽ ഉറപ്പിച്ചതാണ്. ഇതിനിടയിൽ സാജിദയും സായറയും ഇടയ്ക്ക് വന്ന് 2 ദിവസം താമസിച്ചിട്ട് പോവും. അന്നത്തെ ദിവസമൊക്കെ ഷാനയ്ക്ക് പണിയെടുത്തുള്ള ക്ഷീണത്തോടൊപ്പം സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല. ഓരോ ദിവസം കഴിയുന്തോറും സമതിൻ്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം ഷാനി തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ഷോപ്പിൽ പോകുന്നതൊന്നും കാണാത്തത് കൊണ്ടും എന്തോ കാര്യമായ ടെൻഷൻ അവനെ അലട്ടുണ്ടെന്നൊക്കെ അവൾ മനസ്സിലാക്കിയെങ്കിലും അതിലൊന്നും ഇടപെടാനോ അന്വേഷിക്കാനോ അവൾ മുതിർന്നതേയില്ല. ചില ദിവസങ്ങളിൽ അവൻ്റെ ഉള്ളിലെ സംഘർഷവും ഷാനിയോടുള്ള ദേഷ്യവുമൊക്കെ അവളെ കീഴടക്കിക്കൊണ്ടായിരുന്നു അവൻ തീർത്തത്. വേദന സഹിക്കാതെ പ്രതികരിക്കാനുള്ള ശേഷി പോലും ഇല്ലാതെ എല്ലാം സഹിക്കാൻ വിധിക്കപ്പെട്ടവളെ പോലെ മരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിൽ അവൾ ആ ജീവിതം മുന്നോട്ട് നയിച്ചു. ഷാനി സമതിൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് 4 മാസം പിന്നിട്ടു. ഇത്ര ദിവസത്തിനിടയിൽ 2 തവണ മാത്രമേ അവൾ വീട്ടിലേക്ക് പോയിട്ടുള്ളൂ. അതും ഒരു ദിവസത്തിൽ കൂടുതൽ നിൽക്കുകയുമില്ല. പിന്നെ അവൾക്ക് ഇപ്പോൾ എങ്ങോട്ടും പോകാനും ആരെയും കാണാനും താല്പര്യമില്ലാതായി. എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്തൊരവസ്ഥയിലൂടെ അവൾ കടന്നു പോവുകയാണ്. ഒരു ദിവസം വളരെ വൈകിട്ടും സമത് വരുന്നത് കാണാതെ ഹാളിൽ ഇരിക്കുകയായിരുന്നു ഷാനി. അവൻ വന്നാൽ വാതിൽ തുറന്നു കൊടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടാണ് സക്കീന കിടക്കാനായി പോയത്. അതുകൊണ്ട് തന്നെ ഷാനി സോഫയിൽ ഇരിപ്പുറപ്പിച്ചു. ഇപ്പോൾ സമതിൻ്റെ പോക്കും വരവുമൊക്കെ തോന്നിയ സമയത്തായതുകൊണ്ട് എപ്പോൾ വരുമെന്നോ ഒന്നും അവൾക്കറിയില്ല. ഒന്നും ചോദിക്കാനോ അന്വേഷിക്കാനോ അവൾ നിൽക്കാറുമില്ല. എന്നാലും ഇത്രയും ഇതുവരെ വൈകിട്ടില്ലെന്ന് അവൾ ചിന്തിച്ചു. മനസ്സിൽ അതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷനോടെയാണ് അവളിരുന്നത്.
കുറച്ച് സമയം ഓരോ ചിന്തകളിൽ മുഴുകി ആ സോഫയിൽ തന്നെ കിടന്ന് അവളൊന്ന് മയങ്ങിപ്പോയ സമയത്താണ് കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. ഷാനി ഉറക്കം വിട്ട് പെട്ടെന്ന് എഴുന്നേറ്റു. ആദ്യത്തെ നെട്ടിൽ നിന്ന് മാറിയപ്പോഴാണ് അവൾക്ക് സ്വബോധം വന്നത്. ഫോൺ എടുത്ത് സമയം നോക്കിയപ്പോൾ 12:30 ആയിട്ടുണ്ട്. വീണ്ടും ബെൽ മുഴങ്ങുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ ഇരുന്നിടത്ത് നിന്ന് എണീറ്റ് ജനലിൻ്റെ കർട്ടൻ മാറ്റി സമതാണെന്ന് ഉറപ്പാക്കിയാണ് വാതിൽ തുറന്നത്. എന്താണ് പുന്നാര മോളെ, വാതിൽ തുറക്കാൻ എനിക്ക് ഇത്ര താമസം? വാതിൽ തുറന്നു കൊടുത്തപ്പോൾ കാൽപാദം തുറക്കാത്തതുപോലെ ആടിക്കൊണ്ട് അകത്തേക്ക് കയറുന്നതിനോടൊപ്പം സമതിൻ്റെ നാവ് കുഴഞ്ഞുള്ള ശബ്ദം കൂടി കേട്ടതും ഷാനി സ്തംഭിച്ചു നിന്നുപോയി. അവൻ അടുത്തൂടെ കടന്നു പോയപ്പോൾ ഉള്ള വൃത്തികെട്ട മണം മൂക്കിലേക്ക് അടിച്ചതും ഛർദ്ദിക്കാൻ വന്നവൾ ഷാളിൻ്റെ തലഭാഗം കൊണ്ട് മൂക്ക് പൊത്തിപ്പിടിച്ചു. അപ്പോഴും കണ്ടത് വിശ്വസിക്കാനാവാതെ അവൾ അങ്ങനെ നിന്നതേയുള്ളൂ. തൻ്റെ തോന്നലാണോ അതോ അവന് പറ്റിക്കാൻ ചെയ്യുന്നതാണോ എന്ന് പോലും അവൾക്ക് സംശയമായി. മോൻ സമ്മതേ, എന്താടാ, എന്താ എൻ്റെ കോലെങ്ങനെ? എത്ര നേരമായി? എവിടെയായിരുന്നു? ശബ്ദം കേട്ടുവന്ന സെക്കീന സമ്മതിനെ കണ്ടപ്പോൾ അവനരികിലേക്ക് വന്നുകൊണ്ട് വെപ്രാളത്തോടെ ചോദിച്ചു. എനിക്കെന്തു പറ്റാൻ? ഒന്നുമില്ല, ഞാൻ പോയി കിടക്കട്ടെ, നല്ല ക്ഷീണം. അവൻ്റെ സംസാരം കേട്ടതോടെ സെക്കീനാക്കും കാര്യം മനസ്സിലായി. എൻ്റെ പൊന്നു മോനെ, എന്താടാ ഈ കാണിച്ചേക്കുന്നത്? കുടിച്ചിട്ടുണ്ടോടാ? സെക്കീന കരഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടപ്പോഴാണ് ഷാനിക്ക് തൻ്റെ സംശയം സത്യമാണെന്ന് ബോധ്യമായത്. ആ തിരിച്ചറിവ് അവളുടെ മനസ്സിനെ തകർക്കാൻ പാകമുള്ളതായിരുന്നു. കണ്ണുകൾ നിമിഷനേരം കൊണ്ട് നിറഞ്ഞൊഴുകി. ഇതൊക്കെ അനുഭവിക്കാൻ മാത്രം എന്ത് തെറ്റാണ് റബ്ബേ ഞാൻ ചെയ്തത്? ദൈവത്തിനോട് പോലും അവൾക്ക് ആ നിമിഷം പരിഭവം തോന്നി. അതിന് മാത്രമൊന്നുമില്ലമ്മ, കുറച്ച് നിങ്ങളിങ്ങനെ കരയാൻ മാത്രമൊന്നുമില്ല, എന്നെ വിട്ടേ, ഞാൻ പോയി കിടക്കട്ടെ. അതും പറഞ്ഞ് സെക്കീനാൻ്റെ കൈ വിടുവിച്ച് സമത മുകളിലേക്കുള്ള പടികൾ കയറി. എന്തെങ്കിലും കഴിക്കണ്ടേടാ, എനിക്ക് വിശക്കണില്ലേ? എനിക്ക് ഇനിയൊന്നും വേണ്ടമ്മ, വയറ് ഫുള്ളായി. ആടിയാടിക്കൊണ്ട് മുകളിലേക്ക് പോകുന്നവനെ കണ്ട് ആദിയോടെ സെക്കീനെ വിളിച്ച് ചോദിച്ചതിന് അവൾ മറുപടിയും നൽകി. തൃപ്തിയായില്ലടേ എനിക്ക്. ഈ ഒരൊറ്റ ഒരുത്തി കാരണമാണ് എൻ്റെ മോനില്ലാത്ത ദുശീലങ്ങളൊക്കെ കൂടി തുടങ്ങിയിരിക്കണത്. എൻ്റെ കുട്ടീൻ്റെ കോലം കണ്ടോ റബ്ബേ? സെക്കീന ഷാനിയുടെ അടുത്തേക്ക് ചീറിക്കൊണ്ട് വന്നു. അതെങ്ങനെ? ഞാൻ കാരണം നിങ്ങളെ മോൻ എങ്ങനെയായത്? മക്കൾ തെറ്റ് ചെയ്യുന്നതേ അവരെ മാതാപിതാക്കളെ വളർത്തുദോഷം കൊണ്ടല്ലേ? നിങ്ങൾ എന്നോട് എപ്പോഴും പറയണ കാര്യമാണ്. അത് തന്നെയാണ് എനിക്കിപ്പോൾ തിരിച്ചും പറയാനുള്ളത്. മോൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ അത് നിങ്ങൾ വളർത്തിയതിൻ്റെ ദോഷം കൊണ്ടാണ്. ചുവന്ന കലങ്ങിയ മിഴികളോടെ രൂക്ഷമായി അവരെ നോക്കിക്കൊണ്ട് പതറാതെ തന്നെ അവൾ പറഞ്ഞത് കേട്ട് സെക്കീന ഒന്ന് അതിശയിച്ചു പോയി. എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും എതിർത്തൊരക്ഷരം മിണ്ടാതെ പേടിയോടെ പതുങ്ങി നിൽക്കുന്നവളുടെ പുതിയ ഭാവം അവരിൽ പേടിയുണ്ടാക്കിയെങ്കിലും അതിനേക്കാൾ മുന്നിൽ അവളോടുള്ള ദേഷ്യം നുരഞ്ഞു പൊന്തി. ഇനി ചോദ്യം ചെയ്യാനൊക്കെ ആയോടി? ഞാൻ ആരെയും ചോദ്യം ചെയ്യാനോ പഠിപ്പിക്കാനോ വരുന്നില്ല. ഭൂമിയോളം ക്ഷമിച്ച ഞാൻ ഓരോ ദിവസം ഇവിടെ കഴിഞ്ഞു പോകുന്നത്. ഇനിയും നിങ്ങൾക്ക് എന്നെ വേദനിപ്പിച്ച് മതിയായില്ലെങ്കിലേ ഒന്ന് കൊന്നതാ. മതിയായി എനിക്ക് ജീവിതം. അവളത് പറഞ്ഞപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു പോയി. അവളൊരു പൂങ്കണ്ണീര്. എൻ്റെ മോനെ ആവശ്യപ്പെട്ട കാര്യം ചെയ്ത് കൊടുത്തിരുന്നെങ്കിലേ ഓനിപ്പോൾ ഈ കോലത്തിൽ വന്ന് നിൽക്കൂലായിരുന്നു. ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലേ അത് ചെയ്തു കൊടുക്കേണ്ട ഭാര്യമാരെ കടമയാണ്. സക്കീനക്ക് തനിക്കെതിരെ നിന്ന് ഒപ്പത്തിനൊപ്പം സംസാരിക്കുന്നവളെ കാണുമ്പോൾ ഉള്ളിലെ അമർഷം അടക്കാനാവുന്നില്ലായിരുന്നു. എന്താ ഈ പറഞ്ഞ കടമ ഭാര്യയ്ക്ക് മാത്രമേ ഉള്ളൂ? ഭർത്താവിനില്ലേ? നിങ്ങൾ മോനെ ഭർത്താവ് എന്ന നിലയിൽ എന്നോട് എന്ത് കടമയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്? ഒരടിമ എന്നതിനപ്പുറം എന്തെങ്കിലും ഒരു സ്ഥാനം ഭാര്യ എന്ന നിലയിൽ എനിക്ക് തന്നിട്ടുണ്ടോ? പിന്നെന്തിന് ഞങ്ങൾ ആവശ്യം അംഗീകരിക്കണം? ഇല്ല, നിങ്ങളെ ദൂരത്തിന് വേണ്ടി എൻ്റെ ഉപ്പ ചോര നീരാക്കിയ പൈസ ഞാൻ വാങ്ങി തരൂല. അത്ര അത്യാവശ്യമുള്ള കാര്യത്തിനാണെങ്കിൽ എന്തെങ്കിലും നേരിട്ട് ചോദിക്കാത്തേ? അപ്പം നിങ്ങൾ അഭിമാനം പോകൂലേ? ഈ നല്ലവരെ മുഖംമൂടി അഴിഞ്ഞു വീഴാതിരിക്കാനുള്ള അല്ലേ എല്ലാത്തിനും എന്നെ കുറ്റക്കാരിയാക്കിയതും എന്നിലൂടെ ഓരോന്ന് നേടിയെടുക്കാൻ ശ്രമിക്കുന്നതും? അതും പോരാഞ്ഞിട്ടിപ്പോൾ മോനെ കള്ളു കുടിച്ച് വന്ന് എൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് വരുത്തി തീർക്കുന്നതും ആരെങ്കിലും മറിഞ്ഞാലോ എന്നുള്ള പേടി കൊണ്ടല്ലേ? എന്തായാലും നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളെ മോൻ്റെ ഈ പുതിയ സ്വഭാവം ഞാൻ പറഞ്ഞിട്ട് ആരും അറിയില്ല. പക്ഷേ ഈ പേരും പറഞ്ഞ് എന്നെ ചവിട്ടി താഴ്ത്താന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഒരുപാട് സഹിച്ചു ഞാൻ. ഇനി വയ്യ. ഇനി ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കെന്നെ അറിയില്ല. അതുകൊണ്ട് നിർത്തിക്കോ എല്ലാവരും എല്ലാം. അവർക്ക് നേരിയ വിരൽ ചൂണ്ടിക്കൊണ്ട് ഒരു ഭ്രാന്തിയെപ്പോലെ അലറിക്കൊണ്ട് അവൾ റൂമിലേക്ക് പോയപ്പോൾ സക്കീന ഞെട്ടിക്കൊണ്ട് നിന്നേയുള്ളൂ. അവളുടെ പുതിയ മാറ്റം
അവരെ അത്രത്തോളം അതിശയിപ്പിച്ചു. അപ്പോഴത്തെ അവളുടെ ഈ ധൈര്യം അവസാനിപ്പിച്ച് പകരം മുന്നേ ആ കണ്ണുകളിൽ കൊണ്ടിരുന്ന പേടി തിരികെ കൊണ്ടുവരണമെന്ന് ഉള്ളിലെരിയുന്ന പകയോടെ അവർ ചിന്തിച്ചു. അതിനുള്ള കണക്കുകൂട്ടലുകളും നടത്തി. ഷാനി റൂമിലേക്ക് വന്നപ്പോൾ കാണുന്നത് ഇട്ട ഡ്രസ്സ് പോലും മാറ്റാതെ ബെഡിൽ വിലങ്ങനെ കിടന്നുറങ്ങുന്ന സമതിനെയാണ്. അതുവരെ വീറോടെ സംസാരിച്ചു വന്നവളുടെ ധൈര്യമൊക്കെ പോയി. കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുടങ്ങി. എന്നെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ തീരുമെന്നൊരു കുഞ്ഞു പ്രതീക്ഷ ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ അവൻ്റെ പുതിയ സ്വഭാവം അറിഞ്ഞതോടെ അതുമില്ലാതായിരിക്കുന്നു. ഇനി മുന്നോട്ടല്ല ജീവിതം എന്താകുമെന്ന് ഒരു നിശ്ചയവുമില്ലാത്തൊരവസ്ഥ. ഷാനിക്ക് സങ്കടം സഹിക്കാനാവുന്നില്ലായിരുന്നു. ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൾ ചുമരിനോട് ചേർന്ന് നിലത്തേക്കിരിഞ്ഞു. മനസ്സിൻ്റെ വിഷമങ്ങൾ ഒരാളോട് തുറന്നു പറയാൻ പോലും കഴിയാതെ ഹൃദയം പൊട്ടുന്ന പോലെ വേദനിക്കുന്നുണ്ട്. ഈ ഭാരമൊക്കെ ആരുടെയും മുന്നിൽ തുറന്നു കാട്ടിക്കൊണ്ട് അവരെ മുറുകെ കെട്ടിപ്പിടിച്ച് കരയാനും ആശ്വസിപ്പിച്ചുകൊണ്ട് തിരിച്ചൊരു ചേർത്ത് പിടിക്കലും തലോടലും ലഭിച്ചാലും ഹൃദയമേറെ കൊതിക്കുന്നുണ്ട്. പക്ഷേ അതിന് പോലും തനിക്ക് ആരുമില്ല. എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്ത പോലെ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു. ഹൃദയം പൊട്ടി മരിച്ചു പോകുമോ എന്ന് തോന്നും. ഒരു കണക്കിന് അങ്ങനെ സംഭവിച്ചെങ്കിൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുമായിരുന്നു. സ്വയം മരിക്കാനുള്ള ധൈര്യവും എനിക്ക് കിട്ടുന്നില്ലല്ലോ റബ്ബേ. നീയായിട്ട് എങ്ങനെയെങ്കിലും എൻ്റെ ജീവൻ അങ്ങ് എടുക്ക്. അങ്ങനെയെങ്കിലും കുറച്ച് ദയ എന്നോട് കാണിക്ക്. ഇപ്പോൾ അവളുടെ ഉള്ളിലുള്ള ഏക പ്രാർത്ഥന അതുമാത്രമായിരുന്നു. പിറ്റേന്ന് ഷാനി പാടുപെട്ട് കണ്ണുകൾ വലിച്ചു തുറക്കുമ്പോൾ വല്ലാത്ത തലവേദന കാരണം അവളുടെ കാഴ്ച മറയുന്നുണ്ടായിരുന്നു. കണ്ണുകൾ തിരുമ്മിക്കൊണ്ടവൾ ചുറ്റിനും നോക്കിയപ്പോഴാണ് ഇന്നലെ ഇരുന്നിടത്ത് നിന്ന് അങ്ങനെ ഇരുന്നുറങ്ങിയിരിക്കുകയാണെന്ന് മനസ്സിലായത്. അതേ നിമിഷം തലേനാളുണ്ടായ ഒന്നും സ്വപ്നമല്ലായിരുന്നു, യഥാർത്ഥമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞതും കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു. കുറച്ച് സമയം അങ്ങനെ ഇരുന്ന ശേഷം അവൾ എഴുന്നേറ്റ് ഡ്രസ്സെടുത്ത് ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി. തലയിൽ തണുത്ത വെള്ളം വീണപ്പോൾ തന്നെ അവൾക്കൊരു ഉണർവ് കിട്ടിയ പോലെയായി. എല്ലാം കഴിഞ്ഞ് പതിവ് പോലെ അവൾ അടുക്കളയിൽ ചെന്ന് തൻ്റെ പണി തുടങ്ങി. അന്ന് സമത എഴുന്നേൽക്കാൻ ഒരുപാട് വൈകിയിരുന്നു. തലേന്ന് കുടിച്ചു വന്നതോർക്കെ അവന് എല്ലാവർക്കും മുന്നിലേക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ട് തോന്നി. സമത സ്റ്റെപ്പിറങ്ങി വരുമ്പോൾ തന്നെ സെക്കീന ഹാളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ടപ്പോൾ തന്നെ അവരുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അല്ല സമതേ, ഈ എന്തിനുള്ള പുറപ്പാടാ? ഇല്ലാത്ത ദുശീലങ്ങളൊക്കെ ഈ തുടങ്ങിയോ? ആ ദേഷ്യത്തോടെ തന്നെ അവൻ്റെ അടുത്തേക്ക് ചെന്നവർ ചോദിച്ചു. ഷുക്കൂർ ഈ മാസം ലാസ്റ്റ് നാട്ടിലേക്ക് വരുമെന്ന്. അതുവരെ അവധിയുള്ളൂ. അത് കഴിഞ്ഞാൽ അവന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. എല്ലാം കൂടി കേട്ടപ്പോൾ ഉമ്മ എനിക്കത് ഭ്രാന്തി പിടിക്കുന്നത് പോലെ തോന്നി. അങ്ങനെ പറ്റിപ്പോയതാ. സോറി ഉമ്മ. പ്രശ്നങ്ങളെ എല്ലാവർക്കും ഉണ്ടാകുന്നതാ. കള്ളുകൂടി അതിനൊരു പരിഹാരമല്ല. ഇപ്പോൾ തന്നെ ഈ കുടിച്ചു വന്നത് എൻ്റെ വളർത്തുദോഷം കൊണ്ടാണെന്ന് പറഞ്ഞ് കുറ്റം മുഴുവൻ എനിക്കാക്കി. സെക്കീന അവരുടെ ആദ്യത്തെ അടവെടുത്തു. കണ്ണു നിറച്ച് സങ്കടം അഭിനയിച്ചുകൊണ്ട് അവർ അവനോടായി പറഞ്ഞു. ആരാ അമ്മ അങ്ങനെ പറഞ്ഞത്? അത് ചോദിക്കുമ്പോൾ സമതിൻ്റെ മുഖത്ത് ദേഷ്യം വിരിച്ചു കയറുന്നത് അവർ നോക്കിക്കണ്ടു. വേറെ ആര് പറയാനേ? എൻ്റെ ഭാര്യനെ. എനിക്കൊന്നും എതിർത്ത് പറയാൻ പറ്റൂലല്ലേ? തെറ്റ് എൻ്റെ ഭാഗത്തല്ലേ? ഷാനി എങ്ങനെ പറഞ്ഞു അമ്മ? അവളിൽ നിന്നും അങ്ങനെ ഉണ്ടായോ എന്നവനിൽ സംശയം ഉണ്ടായിരുന്നു. പറഞ്ഞാലും വിശ്വസിക്കൂല. പാവം നടിച്ച് നടക്കല്ലേ. ഈ ഇങ്ങനെ കുടിച്ച് സ്വയം നശിക്കാതെ ഓളോട് പറഞ്ഞ് പൈസ വാങ്ങിക്കാൻ നോക്ക്. എന്നോട് കുറച്ച് സ്നേഹമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവൾ എന്നെ സഹായിക്കുമായിരുന്നു. ശരിക്കും ചോദിക്കേണ്ട പോലെ ചോദിക്കണേ, എങ്കിലേ എനിക്ക് കാര്യമുള്ളൂ. അവനുള്ളിൽ എരിയുന്ന കനൽ ഒന്നുകൂടി ആളി കത്തിച്ചുകൊണ്ട് അവർ പറഞ്ഞതും സമൃദ്ധി ദേഷ്യത്തോടെ അടുക്കളയിലേക്ക് പാഞ്ഞു. പുറത്ത് അയലിൽ തുണി വിരിച്ചുകൊണ്ടിരിക്കുന്ന ഷാനിയുടെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചുകൊണ്ട് സമത് അവളെ തൻ്റെ മുന്നിലേക്കായി തിരിച്ചു. പെട്ടെന്ന് കയ്യിൽ പിടുത്തം വീണപ്പോൾ ഷാനി ഒന്ന് പേടിച്ചെങ്കിലും സമത ആണെന്ന് കാണെ പൊടുന്നനെ അവളുടെ മുഖത്ത് ദേഷ്യവും വെറുപ്പൊക്കെ നിറഞ്ഞു വന്നു. ഡീ, എൻ്റെ ഉമ്മാൻ്റെ മുഖത്ത് നോക്കി വേണ്ടാത്ത വർത്താനം പറയാനുള്ള ധൈര്യമൊക്കെ എനിക്ക് ആയടി. അവരെ വളർത്തുദോഷം കൊണ്ടല്ലേടി എൻ്റെ ജീവിതത്തിലേക്ക് കെട്ടിയെടുത്തോണ്ടാ ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ പറഞ്ഞ പൈസ കിട്ടണം. അതും ഈ എൻ്റെ ബാപ്പാനോട് തന്നെ വാങ്ങിത്തരും വേണം. ഇന്ന് എന്നെ വിളിച്ചു പറഞ്ഞ എല്ലാം സെറ്റാക്കിക്കോ, കേട്ടോടി. കത്തുന്ന നോട്ടത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവളെ പുറകിലേക്ക് തള്ളിക്കൊണ്ടവൻ വെട്ടിത്തിരിഞ്ഞു പോയപ്പോൾ അവൻ്റെ തള്ളലിൽ വീഴാതെയിരിക്കാൻ പെട്ടെന്ന് അടുത്തുള്ള മരത്തിൽ പിടിച്ച് നിന്നു ഷാനി. കയ്യിൽ അവൻ്റെ പിടുത്തം മുറുകിയതിലും മരത്തിൽ തട്ടി നിന്നതിലും ശരീരത്തിന് വേദന തോന്നിയെങ്കിലും അതൊന്നും ഹൃദയത്തിലേറ്റ വേദനയോടും വരില്ലായിരുന്നു. നിറഞ്ഞൊഴുകിയ കണ്ണുകളോടെ അവൾ ആ നൃത്തം അങ്ങനെ നിന്നുപോയി ഒരു മരവിപ്പോടെ. അപ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ സമത് പിന്നീട് തിരിച്ചെത്തുമ്പോൾ നേരം ഇരുട്ടിയിരുന്നു.
വന്ന ഉടനെ അവൻ ഷാനിയെ തിരിഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ സക്കീന കാതും കൂർപ്പിച്ചിരുന്നു. ഡി, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം ചെയ്തോ? റൂമിലായിരുന്ന ഷാനിക്കടുത്തേക്ക് വന്നുകൊണ്ട് സമത് കടുപ്പത്തോടെ തന്നെ ചോദിച്ചപ്പോൾ അവൾ ഒന്നും മിണ്ടാതെ ബെഡിൽ നിന്ന് എണീറ്റിരുന്നു. ചോദിച്ചത് കേട്ടൂലേടി? അവൻ്റെ ശബ്ദം ആ റൂമിലാകെ മുഴങ്ങി. ഇല്ല, ഞാൻ ചോദിച്ചില്ല, ഇനി ചോദിക്കില്ല. എന്തിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് പൈസ തരാൻ പറയേണ്ടത്? തന്നത് മുഴുവനും വിറ്റ് തീർത്തില്ലേ? ചോദിക്കുമ്പോൾ എടുത്തു തരാൻ മാത്രം വരുമാനമൊന്നും എൻ്റെ ഉപ്പാക്കില്ല. എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾക്ക് തരാൻ പറയാൻ എനിക്ക് മനസ്സുമില്ല. അതിന് മാത്രം എന്ത് കടപ്പാടും സ്നേഹമാണ് എനിക്ക് നിങ്ങളോട് തോന്നേണ്ടത്? ഒന്നുമില്ല. ദ്രോഹങ്ങളല്ലാതെ എനിക്ക് വേറെ ഒന്നും എനിക്ക് കിട്ടണില്ല. ഇനി അതുകൊണ്ട് എന്നോട് അതിനെപ്പറ്റി പറയണ്ട. ചെയ്യൂലെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യൂല. അതിനിപ്പോൾ കൊന്നാലും ശരി. ഇൻഷാ അല്ലാ. ഈ കഥയുടെ ബാക്കി ഭാഗമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.